കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ ഗോവിന്ദചാമിയെ ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ച് അല്പസമയം മുൻപ് തെളിവെടുപ്പും നടത്തി. ജയിൽ ചാടിയത് എങ്ങനെയെന്ന് ഗോവിന്ദചാമി പോലീസിന് മുന്നിൽ വിശദീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം ഈ ജയിൽ ചാടാൻ നടത്തിയത് 8 മാസത്തെ ആസൂത്രണമെന്നും ഗോവിന്ദചാമി മൊഴി നൽകിയിട്ടുണ്ട്. ബിസ്ക്കറ്റിന്റെ കവറുകളൊക്കെ സൂക്ഷിച്ചു വെച്ചു. ഈ കവർ ഉപയോഗിച്ചാണ് ഫെൻസിംഗിൽ പിടിച്ചതെന്നും ഗോവിന്ദചാമി പറയുന്നു. റിപ്പർ ജയാനന്ദനെ ജയിൽ ചാട്ടത്തിന് മാതൃകയാക്കിയെന്നും മൊഴിയുണ്ട്. ഫെലിക്സ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഫെലിക്സ്, കൂടുതൽ വിവരങ്ങൾ, ആസൂത്രണം എങ്ങനെ, അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. റിപ്പർ ജയാനന്ദനായിരുന്നു റോൾ മോഡൽ. തീർച്ചയായിട്ടും ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാൻ ഗോവിന്ദചാമി മാതൃകയാക്കിയത് റിപ്പർ ജയാനന്ദന്റെയാണ്. ഗോവിന്ദചാമി തന്നെയാണ് പോലീസിന് മൊഴി നൽകിയത്. അത് മറ്റ് സഹതടവുകാരിൽ നിന്നാണ് റിപ്പർ ജയാനന്ദൻ എങ്ങനെ ജയിൽ ചാടിയെന്ന് ഇയാൾ പഠിച്ചത്. നമുക്കറിയാം, റിപ്പർ ജയാനന്ദൻ സമാനമായ രീതിയിൽ ഈ സെല്ലിലെ കമ്പി മുറിച്ചു മാറ്റിയാണ് അതിലൂടെ പുറത്തേക്ക് കടന്നത്. അതേ മാതൃക തന്നെയാണ് ഈ ജയിൽ ചാട്ടത്തിലും ഗോവിന്ദചാമി ആസൂത്രണം ചെയ്തത്. ഇത് 8 മാസത്തെ ആസൂത്രണമുണ്ട്. ഒരു കമ്പി മുറിക്കാൻ 2 മാസം എടുത്തു എന്നതാണ് ഈ ഗോവിന്ദചാമി പോലീസിന് നൽകിയ മൊഴി. അങ്ങനെ 6ലേറെ കമ്പികളുണ്ടായിരുന്നു. അതൊക്കെ തന്നെ 4 കമ്പികളുണ്ടായിരുന്നു. അത് മുറിച്ചു മാറ്റാനാണ് ഈ സമയം എടുത്തത്. ഈ മുറിച്ചു മാറ്റിയ കമ്പികൾ അത് അവിടെ ജയിലിലെ ജീവനക്കാർ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വരുമ്പോൾ കാണാതിരിക്കാൻ അത് നൂലുപയോഗിച്ച് കെട്ടിവെച്ചു. അതായത് അത് വീണു പോകാതിരിക്കാൻ മുകളിലും താഴെയുമായി ചെറിയൊരു നൂല് ഉപയോഗിച്ചാണ് കെട്ടിവെച്ചത്. അതുകൊണ്ട് ഇത് മുറിച്ചതാണെന്ന് ആർക്കും തന്നെ മനസ്സിലായില്ല. മാത്രമല്ല, ഈ ബിസ്ക്കറ്റിൻ്റെ കവറുകൾ അവിടെ സൂക്ഷിച്ചു വെച്ചു. ആ കവർ ഉപയോഗിച്ചാണ് ഇയാൾ ഈ ഫെൻസിങ്ങിൽ പിടിച്ചത്. അതായത് ഈ വൈദ്യുതി ഈ ഫെൻസിങ്ങിൽ ഉണ്ട് എന്നതാണ്, മതിലിന് മുകളിലെ ഫെൻസിങ്ങിൽ ഉണ്ട് എന്നതാണ് ഈ ഗോവിന്ദചാമി കരുതിയത്. അതുകൊണ്ട് ഈ ബിസ്ക്കറ്റിൻ്റെ കവർ ഉപയോഗിച്ച് അതിൽ പിടിച്ചാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അതിനുപയോഗിച്ച തുണി, അവിടെ അലക്കി വിരിച്ചിരുന്ന, പുറത്ത് അയൽ വിരിച്ചിരുന്ന തുണിയാണ് അതിന് ഉപയോഗിച്ചത്. മാത്രമല്ല, കമ്പും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. കമ്പ് ഉപയോഗിച്ചാണ് ആദ്യത്തെ മതിൽ ചാടിക്കടക്കുന്നത്. അതിനുശേഷം 2ാമത്തെ മതിലിനാണ് തുണി ഉപയോഗിച്ചിട്ടുള്ളത്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ മൊഴിയെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല, തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. തെളിവെടുപ്പിൻ്റെ സമയത്ത് ഗോവിന്ദചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവന്ന സമയത്ത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ, ക്യാമറകൾക്ക് മുമ്പിൽ ടാറ്റ നൽകിയാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇയാൾ സ്റ്റേഷനിലേക്ക് മടങ്ങിയത്. എന്ന് വെച്ചാൽ ഒരു കുസലമില്ല, യാതൊരു കുറ്റബോധവുമില്ല, ഒരു മാനസാന്തരവുമില്ല എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഏതായാലും ഇപ്പോൾ 14 ദിവസത്തെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് കണ്ണൂർ. സാധാരണഗതിയിൽ ഗോവിന്ദചാമിയുടെ ന്യൂസ് കാണുന്ന എല്ലാ ആളുകൾക്കും ഒരേ വികാരം തന്നെയാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഒരു സന്തോഷം, സമാധാനം, ഇതൊന്നില്ലാത്ത ഒരു ആത്മനിർവൃതി ഒക്കെ ഈ വീഡിയോസ് കാണുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ ഗോവിന്ദചാമിയെ പല ആൾക്കാർ ഇടിക്കുന്നു, കുത്തുന്നു, മുടി പിടിച്ച് വലിക്കുന്നു, പോലീസുകാർ മുടി പിടിച്ച് വലിച്ചുകൊണ്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് സാധാരണ മനുഷ്യരെക്കാൾ കൂടുതൽ മനുഷ്യരെ സ്നേഹിക്കുന്ന കുറച്ച് മനുഷ്യാവകാശ പ്രവർത്തകരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ചിലപ്പോൾ നാളെ ഗോവിന്ദചാമിയോട് ഈ ആളുകളൊക്കെ പ്രവർത്തിച്ച രീതി ശരിയായില്ല എന്നുള്ളൊരു തോന്നലും, മനുഷ്യാവകാശ പ്രവർത്തകർ കേസ് എടുക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളൊക്കെ നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനത്തെ ആളുകളോട്, ഗോവിന്ദചാമിയോട് ആളുകൾ പെരുമാറിയത് ശരിയായിട്ടില്ല എന്ന് തോന്നുന്ന ആൾക്കാരോട് പറയാനായിട്ടുള്ള, കാണിക്കാനായിട്ടുള്ള കുറച്ച് ആക്ഷൻസ് ഗോവിന്ദചാമി തന്നെ ജയിലിലോട്ട് പോകുന്നതിൻ്റെ കുറച്ച് മുൻപായിട്ട് കാണിച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടോളൂ. അപ്പോൾ അക്ഷരം തെറ്റാതെ നമുക്ക് സുരേഷ് ഗോപി ടൈഗറിന്റെ ക്ലൈമാക്സിൽ വിളിക്കുന്ന പോലെ അങ്ങോട്ട് വിളിക്കാം. അപ്പോൾ ഇനി ആർക്കും പ്രത്യേകിച്ച് പരാതിയൊന്നും ഇല്ലല്ലോ, മനുഷ്യാവകാശ പ്രവർത്തകർക്കൊന്നും കിട്ടേണ്ടത് കിട്ടിയില്ലേ?